ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പെരുന്നാൾ ദിവസത്തെ നമ്മുടെ ഒരു ഫുൾ ഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. പിന്നെയാണ് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നേരെയാക്കി ഈ ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട്. അത് ഫസ്റ്റ് എന്നൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരുങ്ങി ചുന്ദര കുട്ടപ്പനായിട്ട് ഒരാൾ പള്ളിയിലോട്ട് വിട്ടു പോകണേട്ടാ കാണുന്നത്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് തന്നെ കിച്ചണിൽ അത്യാവശ്യം പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പെരുന്നാൾ ദിവസം തലേന്ന് തന്നെ നമ്മൾ നേരെ അഞ്ചാല് വീട്ടിലോട്ട് പോകല കേട്ടോ പതിവ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഇരുന്നാണ്, പക്ഷെ അന്ന് നടന്നില്ല. അപ്പോൾ അത് കാരണം പെരുന്നാൾ നിസ്കാരമൊക്കെ ഇവിടെ കൂടിയിട്ട് ജുമയ്ക്ക് മുന്നേ നമ്മൾ അഞ്ചാലെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ഫാസ്റ്റ് ആക്കുന്നുണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്നാ ഉണ്ടാക്കാന്നുള്ളതൊന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല. പിന്നെ മീൻകറി ഉള്ളത് കാരണം കൊണ്ട് ചപ്പാത്തി അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ തലേ ദിവസത്തെ മീൻകറി അതുപോലെ തന്നെ കുറച്ച് കപ്പയും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്കി ചപ്പാത്തി വെച്ച് ഞങ്ങൾക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾ രണ്ടാളും പിന്നെ സുഹൈലായിട്ട് ഉള്ളത്. പിന്നെ ഞാൻ ഒരു മഗ് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. നേരെ പോയി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നിസ്കരിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 8:30 ആകുമ്പോഴേക്കും ഇവിടെ പള്ളിയിൽ നിസ്കാരം തുടങ്ങും. അപ്പോൾ ഒരു 8:30 നിസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഞാൻ തലേദിവസം ഇട്ട മെഹന്തിയാണ്. ജസ്റ്റ് നഖത്തേൽ മാത്രം ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ വരച്ച് എവിടേക്കോ ഫുള്ള് കുത്തും കോമയൊക്കെ ആയിട്ട് നിറച്ചിട്ടുണ്ട്. മൈലാഞ്ചിയിലൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന് കല്ലേലൊക്കെ അരച്ച് അത് ഇതുപോലെ തുപ്പിയണക്ക് ഇട്ട് അങ്ങനെയൊക്കെ പണ്ടൊക്കെ ഇടുമായിരുന്നു കേട്ടോ. പിന്നെ കുറേ നാൾ കൂടിയിട്ട് ഞാൻ ഇന്നാണ് അങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് നോക്കുന്നത്. ചുമ്മാ രസത്തിന് നോക്കിയതാണ്. പിന്നെ ഈ ഹെന്നാക്കോണൊക്കെ വന്നേ പിന്നെ ഡിസൈനൊക്കെ വരച്ച് അങ്ങനെ ഇടലുണ്ട്. ഇപ്പം എനിക്ക് അതിനും കൂടെ താല്പര്യമില്ല. ജസ്റ്റ് നഖത്തിൽ മാത്രം ഇടാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ അതങ്ങനെ അങ്ങോട്ട് വരച്ച് ഇത് ഇത്ര ആക്കിയിട്ടുണ്ട്. എന്തായാലും രാവിലത്തെ പണിയിലും എൻ്റെ ഒരു കുളി കഴിഞ്ഞപ്പം അത് അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞ് മോയ്സ്ചറൈസറും കുറച്ച് ലിപ് വാരി പൊത്തിയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പെരുന്നാക്കോടി ഡ്രസ്സാണ്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ പണിയുണ്ടോയെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് എവിടേക്കാണെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴാട്ടോ വാച്ച് തപ്പണേ. അപ്പോഴാണ് അതാണെങ്കിൽ പൊട്ടയായിട്ടിരിക്കണ കാണുന്നത്. അതിന് ചാർജൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഓർത്ത് അതൊക്കെ അങ്ങോട്ട് ചാർജ് ചെയ്ത് കുത്തിയിടുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ റെഡി ആവുന്നതിന് മുന്നേ ചപ്പാത്തിയൊക്കെ ഒന്ന് ആക്കി പരത്തി വെച്ചിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അതൊന്ന് ചുട്ട് കാസറോളിൽ അടച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ പണി അങ്ങ് തീർന്നോളും. പിന്നെ ഓടിപ്പോയി റെഡി ആവാമല്ലോ എന്ന് വിചാരിച്ചു. പള്ളി പോയിട്ട് അവരൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എന്തായാലും പത്തിരി നമ്മുടെ നോമ്പൊക്കെ ആയതുകൊണ്ട് പത്തിരിനെ വായിൽ വരത്തുള്ളൂ. അപ്പോൾ ചപ്പാത്തി അങ്ങനെ ചപ്പാത്തീനെ ഓരോന്നൊക്കെ ചുട്ടെടുത്ത് നമ്മൾ നേരെ കാസറോളിലിട്ട് അടച്ചങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ചപ്പാത്തിയാണ് ചുടുന്നുള്ളൂ. ഒരു 5 അങ്ങോട്ട് മതിയാവും. പിന്നെ തലേ ദിവസത്തെ കപ്പിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മീൻകറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് കരുതുന്നത്. എല്ലാം നല്ല സ്പീഡിൽ ചെയ്യുന്നത് കൊണ്ട് ചപ്പാത്തിയുടെ ഷേപ്പും കാര്യങ്ങളൊന്നും നോക്കണ്ട കേട്ടോ. പിന്നെ തീ കൂട്ടിയിട്ടുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കരിയുന്നും ഓരോ കുത്തും ഡോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിത് ഗോതമ്പ് വാങ്ങിയിട്ട് കഴുകി ഉണക്കി ഫുള്ള് പൊടിച്ച് സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. എത്ര ക്ലീൻ ആക്കിയിട്ട് അടുക്കളയാണെന്നുണ്ടെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഇവിടെയും പൊടികളൊക്കെ ചാടി മൊത്തം കൊളാവും. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ആ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലും അതേ കേട്ടോ, നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോഴും കൊളാവും. ചപ്പാത്തി പരത്തിലും അങ്ങനെ ബാക്കി ക്ലീനിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ കയറിയത്. ഇനിയിപ്പോൾ ഇത് ചുട്ടെടുത്തപ്പോഴേക്കും വീണ്ടും ഒരു ക്ലീനിങ്ങും കൂടി ഉണ്ട്. എന്തായാലും കഴിക്കാൻ വേണ്ടി നോക്കാട്ടോ. ഞാൻ കുറച്ച് കപ്പ എടുത്തിട്ടാണ് കഴിക്കുന്നത്. കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പെരുന്നാൾ ഇവിടെ അങ്ങനെ നിൽക്കലില്ലാത്തത് കൊണ്ടും ഫുഡും കാര്യങ്ങളും മെയിനായിട്ട് നോക്കുന്നില്ലാത്തത് കൊണ്ടും നമ്മൾ അപ്പുറത്തെ ചേച്ചിക്ക് വേണ്ടി വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ എടുത്ത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഷോർട്ട് വീഡിയോയ്ക്കൊക്കെ ഉള്ളൊരു വകുപ്പുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരാൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ റെഡി ജുമ അവിടെ കൂടാനുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാനൊരു മോയ്സ്ചറൈസറിലും ഒരു ലിപ്സ്റ്റിക്കിലും അങ്ങോട്ട് ഒതുക്കിയിട്ട് നേരെ വണ്ടിയിൽ ചാടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോൾ വണ്ടി കയറിയാലും സീറ്റ് അങ്ങ് പുറകോട്ടായിരിക്കും ഇരിക്കണം. അപ്പോൾ അതാണ് ഞാൻ വേറെ നല്ല ജസ്റ്റ് അതിങ്ങനെ ഞാൻ ചോദിക്കുന്നതാണ്. അങ്ങനെ സീറ്റൊക്കെ റെഡിയാക്കി നമ്മൾ നേരെ അഞ്ചാലെ വീട്ടിലോട്ട് വിട്ട് പോവുകയാണ്. നല്ല പൊരിഞ്ഞ വെയിലാണ്, നല്ല ചൂടാണ്. അതുപോലെ പയ്യെ ആയിട്ട് പോകണം. റോട്ടിലാണെങ്കിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ ഓരോ സ്പോട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും അവിടെ ഒരു ഫുള്ള് മഞ്ഞ കളറിലുള്ള കുറേ പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഒരു മരം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇന്നിട്ട് എടുക്കാമെന്നൊക്കെ കരുതിയിട്ട് നമ്മളിങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴോ പൂക്കളൊക്കെ വളരെ കുറച്ച്, എന്നാലും ഉണ്ടായിരുന്നു, എന്നാൽ അത്ര ആ ഒരു ഭംഗിയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഇറങ്ങി നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. വെയിൽ കാരണം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ വണ്ടികളാണെങ്കിൽ വന്നും പോയൊക്കെ നിൽക്കണം. എന്തായാലും വേണ്ടില്ല, അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പോട്ട് നോക്കി നടക്കുക കേട്ടോ രണ്ടുപേര്. സത്യത്തിൽ നമ്മൾ വരുന്ന വഴിയിൽ ഇതൊന്നും ഓർത്തിട്ടുണ്ടായിരുന്നില്ല. താഴോട്ടങ്ങ് പോയി കഴിഞ്ഞാൽ വീടെത്തിയിട്ടാ. എന്തായാലും നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ടുണ്ടായി. പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ കയറിയിട്ട് നേരെ വിട്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ടായി. അങ്ങനെ നമ്മുടെ അഞ്ചാല് വീടെത്തിയിട്ടാ.
അങ്ങനെ അവിടെ കുറച്ച് സമയം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അവർ പള്ളിയിൽ പോയി. പിന്നെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ ബിരിയാണി വെക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു കേട്ടോ. ഏകദേശം തിരാറായപ്പോഴൊക്കെയാണ് നമ്മൾ വന്നത്. പിന്നെ ഞാൻ പോയിട്ട് ലോഹറൊക്കെ നമസ്കരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കുന്നില്ലേ എന്നുള്ള ഉമ്മയുടെ ചോദ്യത്തിൻ്റെ പുറത്ത് ഞാൻ ഫോണുമായിട്ട് നേരെ അടുക്കളയിലോട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. അതേണ്ടടാ ബിരിയാണിയൊക്കെ സെറ്റായേക്കണം. നമ്മൾ വന്നപ്പോൾ സംഭവം അടുപ്പത്തായിരുന്നു. അങ്ങനെ അടിപൊളി ബിരിയാണി ദേണ്ടേ സെറ്റ് സാധനം അല്ലേ. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ മട്ടൻ കറിയാണ്. അത് നല്ല അടിപൊളിയായിട്ട് നേരത്തെ തന്നെ ഉമ്മ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. പറഞ്ഞോണ്ട് ഓടിപ്പോയി എടുത്താട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കണതിൻ്റെ ചെറിയൊരു ഷോട്ട് മാത്രം എൻ്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനിങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കണ കാര്യമൊക്കെ പകുതി മറന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് എല്ലാം തന്നെ വിളമ്പി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. മട്ടൻ കറിയും റൈസും കച്ചമ്പറും പിന്നെ അച്ചാറ് പപ്പടം പിന്നെ കുടിക്കാനുള്ള വെള്ളം അങ്ങനെ എല്ലാം തന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ അതങ്ങോട്ട് നിന്ന് ഉത്സാഹിച്ച് അങ്ങോട്ട് ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ. ടേബിൾ നിറയെ ഇങ്ങനെ നിരത്തി വെച്ചു എല്ലാവരും കൂടെ. അതിൻ്റെ ഇടയ്ക്ക് ഫ്രൂട്ട് സാലഡ് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് എല്ലാം തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ അവിടെ നിന്നിട്ട് നല്ല മിക്സിങ്ങാണ് ഐസ്ക്രീമൊക്കെ ഇട്ട് ഇടയ്ക്കൊക്കെ വായിലോട്ടും പോകുന്നുണ്ട് കേട്ടോ. ആപ്പിളൊക്കെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതേ ഇതിനകത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീമൊക്കെ ഇട്ട്. ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ ഒന്ന് അടിച്ച് വരുമ്പോഴേക്കും പയ്യൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയം അതൊന്ന് തണുത്ത് റെഡിയായിട്ട് വരും. അപ്പോൾ നമുക്കതെടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ടേബിൾ നിറയെ പാത്രങ്ങളും ഗ്ലാസ്സുകളും എല്ലാം തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടി തണ്ണിമത്തനും മുറിച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചു. നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഫ്രൂട്ട് സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ വയറ് പൊട്ടാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതും കൂടെ ഇനി എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. എന്നാലും ഓരോ ഗ്ലാസ് വീതം എല്ലാവരും എടുത്ത് സിറ്റ് ഔട്ടിലൊക്കെ പോയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പയ്യെ അങ്ങോട്ട് ഇരുന്ന് കഴിച്ചപ്പം അതും അങ്ങനെ അറിയാണ്ട് അങ്ങോട്ട് അകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ മുറ്റത്തോടെയൊക്കെ നടന്ന് കുറേ സമയം ചെടികളൊക്കെ നോക്കി. ഇതൊക്കെ ഉമ്മാൻ്റെ ചെടികളാണ്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ നശിച്ചു പോയി. ഇപ്പോൾ കുറേയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെയിലൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു വാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. രസമല്ലേ നമ്മൾ അവിടെ ചെന്നാലും ചെടികളൊന്നും ഇല്ലാതെ എന്ത് അല്ലേ. അപ്പോൾ ഈ സമയം കൊണ്ട് ഉമ്മ റെഡി ആവുകയാണ്. നമ്മളിനി നേരെ എൻ്റെ വീട്ടിലോട്ട് പോവുക കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് വെറൈറ്റി ബോൾസും കളറുകളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം ചെല്ലുമ്പോൾ അതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് അടിക്കാൻ. അപ്പോഴാണ് ഞാൻ കണ്ടത് ഇവരെന്തീ കോഴികളോട് വർത്താനം പറയണേന്ന്. ഇവരെ കണ്ടിട്ടാന്ന് തോന്നുന്നു കോഴികൾ അവിടെ കിടന്ന് മതിയായ കരച്ചിലാണ്. ഈ സമയം കൊണ്ട് ഞാൻ ലൂബിക്ക മരത്തിലോട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ. അതങ്ങനെ നീണ്ട് മണ്ടയിലായിട്ടുണ്ട്. ഈ പ്രാവശ്യം ഉണ്ടായതെല്ലാം തന്നെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മ പറിച്ച് കുറേ ഉപ്പിലിട്ടുണ്ട് നമുക്ക് തന്നും വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വീട്ടിലിരിക്കുന്നുണ്ട് ഗെയ്സ്. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടില്ലേ. നല്ല ഭംഗിയുണ്ട് ചെടി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ സമയം മുറ്റത്തോടെയൊക്കെ നടന്നു. പിന്നെ സുഹേലിൻ്റെ 2 ഫോട്ടം പിടിച്ച് തരാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ ഫോട്ടം പിടിക്കലും കാര്യങ്ങളൊക്കെ അതിൽ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിനി നേരെ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോവുകയാണെങ്കിൽ ആൻച്ചാലെ വീട്ടിൽ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കി ഉമ്മ ഫ്രിഡ്ജിലാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പോയത്. അങ്ങനെ ഇരുമ്പാലത്തെ വീട്ടിൽ ചെന്നപ്പം ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി. പിന്നെ കറി ബീഫ് കറി ആയിരുന്നു. അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കട്ടെ മുന്നേ റൈസ് എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ കൊണ്ടുവച്ചോ തേങ്ങാച്ചോറ് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ സാധാ ചോറൊക്കെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ തേങ്ങാച്ചോറാണ് ഉണ്ടാക്കിയത്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറ് കണ്ണിമാങ്ങ അച്ചാറും അതുപോലെ വെളുത്തുള്ളി അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പപ്പടവും തോരനും അച്ചാറും എല്ലാം കൂട്ടി നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നോമ്പ് കാലത്ത് അങ്ങനെ ചോറ് കഴിക്കലില്ലാത്തതുകൊണ്ട് തന്നെ തേങ്ങാച്ചോറിലൊരു പിടി പിടിച്ചുകൊണ്ട് തന്നെ ചക്കപ്പുഴുക്ക് ഇങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. നാളെ വേണം ഒരു പിടി പിടിക്കാൻ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ നേരെ അവിടെ നിന്ന് എഴുന്നേറ്റു കേട്ടോ. ഇനി അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ മുറ്റത്തിറങ്ങിയിട്ടുണ്ട്. ഈ കുട്ടിക്കുരുപ്പിനെ ഇങ്ങനെ അഴിച്ചുവിട്ട് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രാത്രിയെന്നോ പകരുന്നില്ല. ഈ ഓട്ടം ചാട്ടവും തന്നെ കേട്ടോ. അത് അതിൽ ഓടിപ്പാടി നടക്കുന്നുണ്ട്. എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ മുറ്റത്തിറക്കി വിട്ടത്. അപ്പം കുറേ സമയം നമ്മളങ്ങനെ മുറ്റത്തോടെയൊക്കെ നടന്ന് പിന്നെ എന്താണ് കുറേ നേരം അകത്തേക്ക് ഇരുന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ചളിയടിച്ച് അങ്ങനെ അങ്ങ് നടന്നു കേട്ടോ. ഉമ്മമാർ 2 അകത്തുണ്ട് കേട്ടോ. പിന്നെ ഒരു സമയപ്പോൾ അവരും പുറത്തോട്ട് വന്നു എന്ത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പിള്ളേർ പുറത്തോട്ട് കിടക്കുന്നതുകൊണ്ട് കുറേ ചീത്തയൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവരുണ്ടോ അകത്ത് കയറാൻ. പിന്നെ എല്ലാം കഴിഞ്ഞ് അകത്ത് കയറ്റിയിട്ട് വാതിലൊക്കെ അടച്ചു. പിന്നെ കിടക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ഒരു ബെഡ് ഇട്ടുണ്ട് കേട്ടോ നിലത്ത്. എന്നിട്ട് ഈ കുരിപ്പ് കാണിക്കണുണ്ട്. അവിടെ കിടന്ന് ചാട്ടവും ഭയങ്കരമായിട്ട് എന്താണോ ഒച്ചപ്പാട്. അവിടെ കിടന്ന് ചാടി കയറൂട്ടം മേത്തോട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഇടണം. എന്നിട്ട് അവൾ ഭയങ്കര ചിരിയും കാര്യങ്ങളാണ്. അങ്ങനെ കുറേ നേരം കളിയും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ ഉറങ്ങി. പിന്നെ ഇത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം നമ്മൾ പോവുകയാണ്. അപ്പോൾ അൻസാലിൽ ഉമ്മാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മായാണി പറഞ്ഞപ്പോൾ തന്നെ ആശിക്കും അതുപോലെ കുഞ്ഞും കൂടെ ചെന്ന് മാങ്ങയൊക്കെ പറിച്ച് കൊണ്ടുവന്ന് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. വെള്ളിയാഴ്ച പെരുന്നാളായതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഡ്യൂട്ടിക്ക് കയറണ്ടേ. ഇതിപ്പോൾ ശനിയാഴ്ച ആയിരുന്നെങ്കിൽ ഞായറാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് തിങ്കളാഴ്ചയൊക്കെ പോന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അത് പറ്റിയില്ല. അത് കാരണം കൊണ്ട് പിന്നെ ഉമ്മാക്കാണെങ്കിലും പോകണം. അവിടെ വീട്ടിൽ കോഴിയും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും
ടെറ്റ ബേബി പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോഴേക്കും പിള്ളേരുടെയൊക്കെ മുഖമൊക്കെ ഫുള്ള് മാറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പെരുന്നാൾ ഫുൾ ഡേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.